കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 567. സൂറത്ത് ഇബ്രാഹിം ആയത്തുകൾ 1 മുതൽ 10 വരെ. പേജ് നമ്പർ 883. സൂറത്ത് ഇബ്രാഹിം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം ഇതിന് ആ നാമം തന്നെ നൽകപ്പെട്ടത്. ത്യാഗസുരഭിരവും സംഭവബഹുലവുമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ 25 സൂറത്തുകളിൽ 69 സ്ഥലങ്ങളിലായി പേര് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. ഫലസ്തീനിലെ അൽ ഖലീൽ ഹെബ്രോൺ എന്ന സ്ഥലത്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധന കേന്ദ്രമാക്കിയത്. മസ്ജിദുൽ ഖലീൽ എന്ന പേരിൽ ഒരു പള്ളി ഇപ്പോഴും അവിടെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. ആയത്തുകൾ 1 മുതൽ 10 വരെ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇذനി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് إلى صراط العزيز الحميد الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد.
الحميد ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 568, പേജ് നമ്പർ 883, ആയത്ത് 1. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം. അലിഫ് ലാം റാ. സൂറത്തുകളുടെ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന ഇത്തരം കേവലാക്ഷരങ്ങളെക്കുറിച്ച് സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ വിവരിച്ചു തോർക്കുക. കിതാബൻ അൻസൽനാഹു ഇലൈക, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നൊരു വേദമാണിത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തമല്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അത്യുന്നതമായ സ്ഥാനത്ത് നിന്ന് ഇതിനെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുവാദപ്രകാരം മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്. ഇതുവരെ ഒന്നാമത്തെ ആയത്താണ്. പിന്നെ ലാഹി എന്നാണ് തുടങ്ങുന്നത്. ഹമീദി എന്നായതുകൊണ്ട് കിസ്ര ആയതുകൊണ്ട് ഇല്ല എന്നാണ് ഉച്ചരിക്കുക. അപ്പം ചേർത്ത് അവിടെ ഓതാം. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ വസ്തുക്കളൊക്കെയും തൻ്റെ സ്വന്തത്തിലായിട്ടുള്ള അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും ഉടയവൻ. സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ഉടമസ്ഥനുമായിട്ടുള്ളവൻ അവൻ തന്നെയാകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാനാണ് ഈ വേദം അവതരിപ്പിച്ചിരിക്കുന്നത്. നിഷേധികൾക്ക് കഠിനമായ ശിക്ഷ നിമിത്തം മഹാനാശം തന്നെ. ആയത്ത് 3. അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറതി, ഈ ഹലോക ജീവിതത്തെ പരലോകത്തേക്കാൾ ഇഷ്ടപ്പെടുന്നവരായ കൂട്ടരാണവർ. പേജ് 884. പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം വളരെ നിസ്സാരമാണ്. ഒരു വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്താൽ വിരലുണ്ടാകുന്ന വെള്ളവും സമുദ്രത്തിലെ വെള്ളവുമെന്നോണം ഇഹലോകവും പരലോകവും തമ്മിൽ വ്യത്യാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തൊബ്രാനി 17:098 അൽ മുജ്മഉൽ കബീർ. എന്നിട്ട് പരലോകത്തേക്കാൾ കൂടുതൽ ഇഹലോകത്തെ മുന്തിക്കുന്നവരെ പോലെ നിർഭാഗ്യവാന്മാർ ആര്? ഈ സ്വഭാവത്തെ വളരെ ശക്തമായി ആക്ഷേപിച്ച് ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. നമുക്കതിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഈ ദോഷം വളരെ വ്യാപകമായ നിലയിൽ പടർന്ന് പിടിച്ചിട്ടുണ്ട്. വളരെ നിസ്സാരമായി ജനം കണക്കാക്കിയ രംഗങ്ങളിലും വളരെ ഗുരുതരമായ രംഗങ്ങളിലും സർവത്ര ഈ സ്വഭാവം കണ്ടുവരുന്നു. പലിശ വാങ്ങൽ ദുനിയാവിനെ ഇഷ്ടപ്പെടലും ആഖിറത്തിനെ അവഗണിക്കലുമാണല്ലോ. താടി വളർത്തൽ ആഖിറത്തിനെ മുന്തിക്കലും താടി വടിക്കൽ ദുനിയാവിനെ അധികം ഇഷ്ടപ്പെടലുമാണല്ലോ. ഇങ്ങനെ നാം ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ ദുനിയാവിനെ അധികം ഇഷ്ടപ്പെടുക എന്ന സ്വഭാവം ഇല്ലാത്ത ആളെ കാണാൻ പ്രയാസമായിരിക്കുന്നു. ഭൗതിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആ വഴിക്കുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്നവരുമാണ് അധികവും.
ജോലി, വീട്, മക്കൾ ഇവയുമായി ബന്ധപ്പെട്ട യത്നങ്ങളിൽ മുഴുകി പരലോകത്തെ ശ്രദ്ധിക്കാതെ കഴിയുന്ന മനുഷ്യർ എത്ര? വയസുദ്ദൂന അൻ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു. വയബ്ഗൂനഹ ഇവജ, അതിൽ അവർ വക്രതയെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിന് വക്രത ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ നേർക്കുനേരെയുള്ള ശരിയായ മാർഗത്തിൽ പോകാതെ വളഞ്ഞ മാർഗം സ്വീകരിക്കുക തന്നെ. ഉലൈക ഫീ ളലാലിൻ ബഈദ്, അവർ വിദൂരമായ വഴികേടിലാകുന്നു. ആയത്ത് 4. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, യാതൊരു ദൈവദൂതനെയും തൻ്റെ ജനതയുടെ ഭാഷയിലായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അള്ളാഹു ഒരു റസൂലിനെ അയക്കുമ്പോൾ ബോധനം നൽകൽ ആ റസൂലിൻ്റെ മാതൃഭാഷയിൽ തന്നെയാണ്, മറ്റ് ഭാഷകളിലല്ല. മാറ്റമില്ലാത്ത അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണിത്. ലിയുബയ്യിന ലഹും, അദ്ദേഹം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. വഹി ലഭിക്കുമ്പോൾ റസൂലിന് വിഷയം മനസ്സിലാകണം, റസൂൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും വേണം. ജനങ്ങൾക്കും കാര്യം മനസ്സിലാകണമല്ലോ. വഹി മാതൃഭാഷയിലായാലേ അത് തരപ്പെടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു, അന്യഭാഷയിൽ ഒരു പ്രവാചകന് വഹി ലഭിച്ചതായി പറയപ്പെട്ടാൽ അയാൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അല്ല എന്ന് തീർച്ച. അടുത്ത കാലത്ത് പഞ്ചാബിലെ ഖാദിയാനിൽ നിന്ന് മീർസ ഗുലാം അഹമ്മദി എന്ന പേരായ ഒരു വ്യാജദൂതൻ വന്നല്ലോ. അയാളുടെ മാതൃഭാഷ പഞ്ചാബിയാണ്. അയാൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചതെന്ന് പറഞ്ഞ് പുറത്തുവിട്ടതൊക്കെയും അന്യഭാഷകളിലാണ്. ഉറുദു, അറബി, ഇംഗ്ലീഷ്, പാഴ്സി എന്നീ ഭാഷകളിൽ, പഞ്ചാബിയിലല്ല. വാസ്തവത്തിൽ ഈ വ്യാജൻ ഖുർആനിലെ ഈ ആയത്ത് കണ്ടിരിക്കുകയില്ല. കണ്ടിരുന്നുവെങ്കിൽ ഈ കള്ളവഹയികളൊന്നും പുറത്തുവിടുകയില്ലായിരുന്നു തീർച്ച തന്നെ. പിന്നെ ഇയാൾ ആരുടെ റസൂലാണെന്ന് നോക്കിയപ്പോൾ വ്യക്തമായ തെളിവ് കിട്ടി. അയാൾ ഇവിടെ പ്രബോധനം ചെയ്ത ഏറ്റവും മുഖ്യമായ ഒരു വിഷയം, ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കാൻ പാടില്ല, ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നാണ്. പേജ് നമ്പർ 885. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പറ്റിയുള്ള പ്രശംസ പാടി നടക്കലായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ദൗത്യം. അവരിൽ നിന്ന് വലിയ പ്രതിഫലവും പാരിതോഷികവും മീർസക്കും അനുയായികൾക്കും നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം കാണുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായല്ലോ മീർസ ഗുലാം അഹമ്മദിയൻ ആരുടെ ദൂതനാണെന്ന്. അവർക്ക് ഈ വെള്ളക്കാരിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാകിസ്ഥാനിലെ റബുവ എന്ന പ്രദേശം. അതൊരു പീഠഭൂമിയാണ്. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഈ സ്ഥലം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാമയെ പറ്റി ഖുർആനിൽ പറഞ്ഞ ഒരു സ്ഥലത്ത് റബുവ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അത് ഈ സ്ഥലത്തിൻ്റെ പേരായി ഇവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹി സ്വലാമയുമായുള്ള ബന്ധം ഉറപ്പിക്കലാണ് ഉദ്ദേശ്യം. അവിടെ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു നഗരം പടുത്തുയർത്തി. ഇക്കൂട്ടരുടെ ആഗോള ആസ്ഥാനം ഇപ്പോഴും ലണ്ടനിലാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ കാര്യം മഹാത്ഭുതവും മഹാവ്യസനവും തന്നെ. അങ്ങനെ അള്ളാഹു അവൻ താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുന്നു. കാണാനും കേൾക്കാനും ചിന്തിച്ച് പഠിക്കാനും തയ്യാറില്ലാത്തവരെ അവരുടെ വഴിക്ക് വിടും. യാതൊരു കാരണവും കൂടാതെ ചിലരെ മനഃപൂർവ്വം വഴികേടിലാക്കുമെന്നല്ല. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതും വളരെ വ്യവസ്ഥാപിതമാണ്. ഉപദേശം കേട്ട് മനസ്സിലാക്കുകയും മനസ്സിലായത് സ്വീകരിക്കുകയും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും സഹിക്കാനൊരുങ്ങുകയും ചെയ്യുന്നവരെയാണ് നേർവഴിയിലാക്കുക എന്ന് ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും യുക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവനുമാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 569, സൂറത്തു ഇബ്രാഹിം ആയത്ത് 5, പേജ് നമ്പർ 885. വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ, നിശ്ചയമായി മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം നിയോഗിച്ചു. അൻ അഖ്രിജ ഖൗമക മിനദ്ദുലുമാതി ഇലന്നൂരി, നിന്റെ ജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ. വദക്കിരിഹും ബിഅയ്യാമില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിനങ്ങളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നും. ദുർമാർഗങ്ങളുടെ അന്ധകാരങ്ങൾ അനവധിയാണ്, സന്മാർഗപ്രകാശം ഒന്നേയുള്ളൂ. അള്ളാഹുവിനെ ധിക്കരിച്ച കൂട്ടരുടെ മേൽ അള്ളാഹു നടപടിയെടുത്ത സന്ദർഭങ്ങളെപ്പറ്റിയാണ് അള്ളാഹുവിൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞത്. ആ സന്ദർഭങ്ങൾ മുഖേന പലതും ഗ്രഹിക്കാൻ കഴിയും. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, നിശ്ചയമായും അതിൽ ഏറെ ക്ഷമിക്കുന്നവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാ
എല്ലാവർക്കും വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്ത് 6. മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, പേജ് 886. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കുവിൻ. ഇത് അൻജാക്കും മിൻ ആലി ഫിർഔന, ഫിർഔൻ കൂട്ടരിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം. യസൂമൂനക്കും സൂഅൽ അദാബി, കഠിന ശിക്ഷ അവർ നിങ്ങൾക്ക് അനുഭവിപ്പിച്ചുകൊണ്ടും, യുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ പുത്രന്മാരെ അവർ അറുകൊല നടത്തിക്കൊണ്ടും, വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളെ അവർ ജീവിക്കാൻ വിട്ടുകൊണ്ടും, ഈ തരത്തിലുള്ള ശിക്ഷയാണ് ഫിർഔന്റെ ആളുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകി. ഈ അനുഗ്രഹത്തിന്റെ മഹത്വം ഓർമ്മിക്കുവിൻ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം, അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണമുണ്ട്. ആയത്ത് 7. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നന്ദിയോടെ ജീവിച്ചാൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. സാധാരണ നിലയിൽ നന്ദി എന്ന ഉപകാരത്തിന് പകരം ഉപകാരം ചെയ്യലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. പിന്നെ എങ്ങനെയാണ് നന്ദി കാണിക്കൽ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ശരിയായ വഴിയിൽ ഉപയോഗിക്കലാണ് അള്ളാഹുവിനോട് നാം കാണിക്കേണ്ട നന്ദി. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നു, അത് വലിയൊരു അനുഗ്രഹമാണ്. ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചാൽ ഈ അനുഗ്രഹത്തിൻ്റെ മഹത്വം വ്യക്തമാകും. അത് സംബന്ധിച്ചുള്ള നന്ദി ശരിയായ നിലയിൽ ചിന്തിച്ച് മനസ്സിലാക്കുകയും യഥാർത്ഥ വിജ്ഞാനം കരസ്ഥമാക്കുകയുമാണ്. പിന്നെ അത് വേണ്ടിയിടത്ത് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ്. അതുപോലെ ധനം ഒരു അനുഗ്രഹമാണല്ലോ. അത് കിട്ടിയാൽ നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് ചെലവഴിക്കുകയും സക്കാത്ത് നൽകുകയും മിച്ചമാകുന്നത് ധർമ്മം കൊടുക്കുകയും ചെയ്യണം. അതാണ് നന്ദി. എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇതുപോലെ മനസ്സിലാക്കുക. അള്ളാഹു കൽപ്പിച്ചതും വിരോധിച്ചതും നന്നായി ശ്രദ്ധിച്ച് ജീവിക്കുക എന്ന് ചുരുക്കം. അങ്ങനെ നന്ദി കാണിച്ചാൽ അനുഗ്രഹം അധികം നൽകുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്, നിങ്ങൾ നന്ദികേട് കാണിക്കുന്ന പക്ഷം എൻ്റെ ശിക്ഷ കഠിനമായതാണ് തീർച്ച. നന്ദികേട് കാണിച്ചാൽ ഞാൻ ശിക്ഷിക്കുമെന്ന് പറയാതെ എൻ്റെ ശിക്ഷ കഠിനമാണ് എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ശിക്ഷയുടെ കാഠിന്യവും അതിലടങ്ങിയ താക്കീതും വമ്പിച്ചതാകുന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾ സൃഷ്ടാവ് നൽകിയതാണെന്നത് മറക്കുകയോ നിഷേധിക്കുകയോ അവനെ തന്നെ തള്ളിപ്പറയുകയോ ചെയ്യുക. സൃഷ്ടാവ് വിരോധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അവ വിനിയോഗിക്കുക, സഹജീവികൾക്ക് അവ നൽകാതിരിക്കുക, അവയിൽ നിന്ന് അവരെ തടയുക, വിവിധ ദുർമാർഗങ്ങളിൽ അവ ഉപയോഗിക്കുക. ഇവയൊക്കെ നന്ദികേടിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഫിർഔൻ, ഖാറൂൻ തുടങ്ങിയ ധിക്കാരികളുടെ നന്ദികേടിൻ്റെ കഥകൾ ഖുർആൻ വിവരിക്കുന്നത് ഓർക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പേജ് 887, ആയത്ത് 8. വഖാല മൂസ ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദി ജമീഅ, മൂസ പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവരെല്ലാവരും നന്ദികേട് കാണിക്കുന്ന പക്ഷം ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, നിശ്ചയമായും അള്ളാഹു ഐശ്വര്യവാനും സ്തുത്യർഹനുമാകുന്നു. നിങ്ങളുടെ നന്ദിയും നന്ദികേടും കൊണ്ട് അള്ളാഹുവിന് നേട്ടമോ നഷ്ടമോ ഒന്നുമില്ല. നേട്ടവും നഷ്ടവും ഒക്കെ നിങ്ങൾക്ക് തന്നെയാണ്. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, എൻ്റെ അടിയാന്മാരെ, നിങ്ങളിൽ ആദ്യത്തവനും അവസാനത്തവനും ജിന്നുകളും മനുഷ്യരുമല്ല. നിങ്ങളിലുള്ള ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തോടു കൂടിയായിരുന്നാലും അത് എൻ്റെ രാജ്യത്വത്തിൽ യാതൊന്നും തന്നെ വർദ്ധിപ്പിക്കുകയില്ല. എൻ്റെ അടിയാന്മാരെ, നിങ്ങളിൽ ആദ്യത്തവനും അവസാനത്തവനും ജിന്നുകളും മനുഷ്യരുമല്ല. ഏറ്റവും ദുഷിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയത്തോടു കൂടിയായിരുന്നാലും അത് എൻ്റെ രാജ്യത്വത്തിൽ നിന്ന് യാതൊരു കുറവും തന്നെ വരുത്തുകയില്ല. എൻ്റെ അടിയാന്മാരെ, നിങ്ങളിൽ ആദ്യത്തവനും അവസാനത്തവനും ജിന്നുകളും മനുഷ്യരുമല്ല. ഒരേ സ്ഥലത്ത് നിന്നും കൊണ്ട് എന്നോട് ചോദിക്കുകയും എന്നിട്ട് ഓരോരുത്തരും അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കുകയും ചെയ്താലും ഒരു സൂചി കടലിൽ മുക്കിയെടുത്താൽ അതിൽ വരുത്തുന്ന കുറവ് പോലെയല്ലാതെ എൻ്റെ രാജ്യത്വത്തിൽ അത് ഒരു കുറവും വരുത്തുന്നതല്ല. മുസ്ലിം 67:37, ആയത്ത് 9. അലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞവരുടെ വൃത്താന്തം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ? ഖൗമി നൂഹിൻ വആദിൻ വസമൂദ് വല്ലദീന മിൻ ബഅദിഹിം, നൂഹിൻ്റെ ജനതയുടെയും ആദ് സമുദായത്തിൻ്റെയും സമൂദ് സമുദായത്തിൻ്റെയും അവരുടെ പിറകെയുള്ളവരുടെയും വൃത്താന്തങ്ങൾ ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അവരറിയുകയില്ല. അവരാരാണെന്നത്
എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയുകയില്ല. അതിന് മാത്രം ജനസമുദായങ്ങൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ധിക്കാരികളെ അവൻ നശിപ്പിച്ച വിവരം നിങ്ങൾക്കറിയില്ലേ? എന്നാൽ അള്ളാഹു അറിയുന്ന കാര്യങ്ങളൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖ് അറിയുന്നു എന്നും അള്ളാഹു അറിയുന്ന കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്ന പക്ഷം അതിൽ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം കൃത്യമായി മുഹീദ്ദീൻ ഷെയ്ഖ് അറിയുമെന്നും പറയുന്നതിനേക്കാൾ വലിയ കുഫർ എന്തുണ്ട്? ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരുടെ ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു. ഫറദ്ദു ഐദിയഹും ഫീ അഫ്വാഹിഹിം, അപ്പോൾ അവർ അവരുടെ കൈകളെ അവരുടെ വായകളിലേക്ക് മടക്കി. അതായത് കോപകാഠിന്യത്താൽ അവർ കൈ കടിച്ചു, പ്രതിഷേധം പ്രകടമാക്കുകയാണ് അവർ. പേജ് നമ്പർ 888. വഖാലു ഇന്നാ കഫർനാ ബിമാ ഉർസിൽതും ബിഹി, അവർ പറയുകയും ചെയ്തു, ഏതൊന്നുമായി നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി ഞങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംശയത്തിലുമാണ് എന്ന് അവർ പറയുകയും ചെയ്തു. അപകടത്തെക്കുറിച്ച് സംശയത്തിലായാലും സൂക്ഷിക്കേണ്ടതല്ലേ? ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണത്. നിഷേധിക്കൽ ശരിയാണോ? ഇരുട്ടത്ത് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ മൂർഖൻ പാമ്പുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ജാഗ്രതയോടെ പോകലല്ലേ മനുഷ്യന്റെ സ്വഭാവം. ആയത്ത് 10. ഖാലതു റുസുലുഹും, അവരിലേക്കുള്ള ദൈവദൂതന്മാർ പറഞ്ഞു, അഫില്ലാഹി ശക്കും ഫാത്തിറിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹുവിന്റെ കാര്യത്തിലാണോ സംശയമുള്ളത്? യദുഊകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു തരുവാൻ അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പാപങ്ങൾക്ക് ശിക്ഷാ നടപടി എടുക്കുകയാണ് നീതി, എന്നാൽ പുറത്തു തരുവാനാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായി ഈ നിലപാടിനെ പുച്ഛിക്കുന്നു. ഇതെന്ത് പുതുമ! നിർണയിക്കപ്പെട്ട ഒരു അവധിയിലേക്ക് നിങ്ങളെ അവൻ പിന്തിച്ചു നിർത്തുവാനും. അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായ രേഖ കൊണ്ടുവരിക. അതായത് ഇത് അവർ മുർസലീങ്ങളോട് അള്ളാഹുവിൻ്റെ ദൂതന്മാരോട് പറഞ്ഞതാണ്. ഇനി അള്ളാഹുവിൻ്റെ ദൂതന്മാർ അതിന് മറുപടി പറയുന്നതും അടുത്ത ആയത്തുകളിൽ പിന്നീട് കാണാം ഇൻഷാ അല്ലാഹ്.